സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അഥവാ അർഹതയുള്ളവർ അതിജീവിക്കും. ചാൾസ് ഡാർവിൻ്റെ വിഖ്യാതമായൊരു തിയറിയാണിത്. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സഞ്ജു നിരാശപ്പെടുത്തുകയും ഇഷാൻ കിഷൻ അവസരത്തിനൊത്ത് ഉയരുകയും ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ന്യൂസിലാൻഡ് പരമ്പര 2020 ലോകകപ്പിനുള്ള ലിറ്റ്മസ് ടെസ്റ്റാണ്. ഫൈനൽ സ്ക്വാഡിൻ്റെ തിരഞ്ഞെടുപ്പ് നിശ്ചയമായും ഈ പരമ്പരയെ ഉറ്റുനോക്കിയാകുമെന്ന് ഉറപ്പ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സ്പോട്ട് ഉറപ്പിക്കാൻ ഒരു കടുത്ത മത്സരമുണ്ടാകും. കിഷനെ കളിപ്പിക്കുന്നുവെന്നതിൽ തന്നെ ടീം ആ സൂചന നൽകിയതുമാണ്. ഫസ്റ്റ് പ്രിഫറൻസ് വലങ്കയനായ സഞ്ജുവിന് തന്നെയാണെങ്കിലും കിഷൻ ഇന്നലത്തെ തകർപ്പൻ ഇന്നിംഗ്സോടെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. തിരിച്ച് തൻ്റെ ക്ലാസും റെലവൻസും തെളിയിക്കുക എന്നത് മാത്രമാണ് സഞ്ജുവിനെ ഇനി ചെയ്യാനുള്ളത്. നിലവിലുള്ള ടീം ബാലൻസ് നോക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് അതിജീവിക്കുമെന്ന് കരുതാൻ വയ്യ. രണ്ട് മത്സരങ്ങൾ ഒരു കളിക്കാരനെ അളക്കാനുള്ള സമയമല്ല എന്നറിയാം, പ്രത്യേകിച്ചും 2020 ഫോർമാറ്റിൽ. പക്ഷേ ന്യൂസിലാൻഡിനെതിരായ ആദ്യ രണ്ട് 2020കളും നിരാശപ്പെടുത്തിയതോടെ സഞ്ജുവിന് നേർക്ക് അലാം അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുവാഹത്തിയിലെ ബർസപാര സ്റ്റേഡിയത്തിൽ മൂന്നാം 2020ക്ക് ഇറങ്ങുമ്പോൾ സഞ്ജുവിൽ നിന്നും ഒരു കംബാക്ക് ആരാധകരും ടീമും ഒരുപോലെ ആഗ്രഹിക്കുന്നു. ഒരു ബിഗ് ഇന്നിങ്സ് അല്ല, ഒരു കാമിയോ ഇന്നിങ്സ് എങ്കിലും ഇല്ലെങ്കിൽ തുറന്നുള്ള മത്സരങ്ങളിൽ സഞ്ജുവിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാകുമെന്ന് കണ്ടറിയണം. സഞ്ജു സ്വന്തം നാടായ തിരുവനന്തപുരത്ത് ആദ്യമായി ഇന്ത്യൻ കുപ്പായത്തിൽ കളിക്കുന്നത് കാത്തിരിക്കുന്ന വലിയ ജനക്കൂട്ടം ഇവിടെയുണ്ട്. പക്ഷേ 5ാം 2020 ആകുമ്പോഴേക്ക് സഞ്ജു ടീമിലുണ്ടാകില്ല എന്നാണ് പലരും ഉയർത്തുന്ന ചോദ്യം. ഹൈ അഗ്രഷൻ അഥവാ ആദ്യ പന്ത് മുതൽ അടിച്ചു തുടങ്ങുക. സഞ്ജുവിന് ടീമും കോച്ചും നൽകിയ നിർദ്ദേശം അതുതന്നെയാണെന്ന് വ്യക്തം. കാരണം അഭിഷേക് സഞ്ജു സഖ്യം പവർ പ്ലേ ഓവറുകളെങ്കിലും ക്രീസിൽ നിന്നാൽ മത്സരം ടേൺ ചെയ്യിക്കാൻ അതുമാത്രം മതിയെന്ന് എല്ലാവർക്കും അറിയാം. ശുഭ്മാൻ ഗില്ലിനെ പോലൊരു ബാറ്ററിൽ നിന്നും ഇന്ത്യക്ക് ലഭിക്കാത്ത ഇന്ത്യന് നൽകാൻ സാധിക്കുന്നവൻ തന്നെയാണ് സഞ്ജു. ഓപ്പണിംഗ് പൊസിഷനിൽ സഞ്ജു ഇതിനോടകം കളിച്ച ഇന്നിങ്സുകൾ അതിന് സാക്ഷിയുമാണ്. പക്ഷേ എന്ത് ലൈസൻസ് ഉണ്ടെങ്കിലും ഇത് ഇന്ത്യൻ ടീമാണ്. കളിക്കുന്നത് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായാണ്. കടുത്ത കോമ്പറ്റീഷനുള്ള പൊസിഷൻ. കിട്ടുന്ന അവസരങ്ങളിൽ തിളങ്ങുകയല്ലാതെ ടീമിൽ തുടരാൻ ഒരു മാർഗവുമില്ല. ഇന്നലെ റായ്പൂരിൽ ന്യൂസിലാൻഡ് 208 റൺസ് പടുത്തുയർത്തുമ്പോൾ ഇന്ത്യൻ ഓപ്പണർമാരിൽ നിന്നും ഒരു മികച്ച തുടക്കം ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. മാറ്റ് ഹെൻറി എറിഞ്ഞ രണ്ടാം പന്തിൽ തന്നെ സഞ്ജു സിക്സറിനാണ് ശ്രമിച്ചത്. ഫ്ലിക് ഷോട്ടിൽ ഡീപ്പ് സ്ക്വയർ ലെഗിലേക്ക് താണിറങ്ങിയ ഷോട്ട് പക്ഷേ ഡെവൻ കോൺവേക്ക് പിടിച്ചെടുക്കാനായില്ല. ഫലത്തിൽ 0-ന് പുറത്താകുക എന്ന നാണക്കേടിന് പകരം സഞ്ജുവിന് ലഭിച്ചത് സിക്സറോടെയുള്ള തുടക്കം. പക്ഷേ കോൺവേയുടെ ആ ബിഗ് മിസ്റ്റേക്കിൽ നിന്നും ഒരടി മുന്നോട്ട് നീങ്ങാൻ സഞ്ജുവിനായില്ല. പിന്നാലെ മാറ്റ് ഹെൻറിയുടെ സ്ലോ ബോളിനെ അളക്കുന്നതിൽ സഞ്ജുവിന് തെറ്റുന്നു. ഫലത്തിൽ രജിൻ രവീന്ദ്രക്ക് ഒരു അനായാസ ക്യാച്ച് നൽകി മടക്കം. പിന്നാലെ റൺസ് ഒന്നും എടുക്കാതെ അഭിഷേക് ശർമ്മയും തിരിഞ്ഞു നടന്നു. ഇന്ത്യൊരു മഹാദുരന്തം മുന്നിൽ കാണവേ മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ അവിടെ അവതരിക്കുകയാണ്: ഇഷാൻ കിഷൻ. പോക്കറ്റ് ഡൈനാമറ്റ്. പണ്ട് മുംബൈ ഇന്ത്യൻസ് കുപ്പായത്തിൽ മിന്നിത്തിളങ്ങുന്ന കാലത്ത് കിഷന് അങ്ങനെയൊരു പേരുണ്ടായിരുന്നു. ആ പേരിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് കിഷൻ റായ്പൂരിൽ ബാറ്റ് ചെയ്തത്. പവർ പ്ലേ ഓവറുകളിൽ ബോളർമാരുടെ വീര്യം കളയുന്ന അഭിഷേകിന്റെ ജോലി മറ്റൊരു ഇടങ്കയൻ ഏറ്റെടുത്തുവെന്ന് പറയാം. കിഷന്റെ അപ്രതീക്ഷിത കൗണ്ടർ അറ്റാക്കിൽ മൊമെന്റം ഇന്ത്യയിലേക്ക് തിരിഞ്ഞു. പവർ പ്ലേ ഓവറുകളിൽ മാത്രമായി 56 റൺസാണ് കിഷൻ സ്വന്തം നേടിയത്. കിഷൻ കത്തിച്ച തീയിൽ നിന്നാണ് സൂര്യകുമാറും തന്റെ താളം വീണ്ടെടുത്തത്. ഒടുവിൽ 32 പന്തിൽ 76 റൺസുമായി കിഷൻ മടങ്ങുമ്പോഴേക്കും ഇന്ത്യ സേഫ് പൊസിഷനിലെത്തിയിരുന്നു. പക്ഷേ സ്ഥിരതയുടെ കാര്യത്തിൽ കിഷനും എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം. പോയ IPLൽ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിത്തുടങ്ങിയ കിഷൻ പിന്നീട് സീസണിൽ ഉടനീളം പരാജയമായ ഉദാഹരണവും മുന്നിലുണ്ട്. 2020 ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ട 2 വിക്കറ്റ് കീപ്പർ ബാറ്റർമാരെയും ഇന്ത്യ ന്യൂസിലാൻഡ് പര്യടനത്തിൽ കളിപ്പിക്കുന്നുണ്ട്. തിലക് വർമ്മ പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് കിഷൻ സ്പോട്ട് ഉറപ്പിച്ചത്. പരിക്കേറ്റ് തിലകിന് പകരം ടീമിൽ ഇടം പിടിച്ചത് ശ്രേയസ് അയ്യരാണെങ്കിലും കിഷനെ കളിപ്പിക്കാമെന്നായിരുന്നു ടീം തീരുമാനം. ഇതിന് പല കാരണങ്ങളുമുണ്ട്. 1. ഇടങ്കയനായ തിലകിനെ റീപ്ലേസ് ചെയ്യാൻ വലങ്കയനായ ശ്രേയസ് അയ്യരേക്കാൾ നല്ലത് ഇടങ്കയനായ കിഷനാണെന്ന തീരുമാനം. 2. ഏറെക്കാലമായി ഇന്ത്യൻ 2020 ടീമിൽ ഇടമില്ലാത്ത കിഷനെ ലോകകപ്പിന് മുമ്പായി ഗെയിം ടൈം നൽകാം. 3. സഞ്ജു സാംസൺ എന്ന കീപ്പർ ബാറ്റിങ്ങിൽ പരാജയമായാലും ആശങ്കയില്ല, കിഷനെ പകരം ഉപയോഗപ്പെടുത്താം. പക്ഷേ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഓപ്പണിങ്ങിൽ അഭിഷേകിനെ മാറ്റി നിർത്തുമെന്ന് ഒരു കാരണത്തിലും പ്രതീക്ഷിക്കാൻ വയ്യ. അങ്ങനെയാകുമ്പോൾ ഇടങ്കയനായ അഭിഷേകിനൊപ്പം മറ്റൊരു ഇടങ്കയനായ കിഷനെ പരീക്ഷിക്കുമോ എന്ന് കണ്ടറിയണം. അഥവാ മൂന്നാം 2020 സഞ്ജുവിനെ സംബന്ധിച്ച് അതിനിർണായകമാണ്. പ്രത്യേകിച്ചും 4ാം 2020 മുതൽ തിലക് വർമ്മ ടീമിൽ മടങ്ങിയെത്താൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഒരാളെ നിശ്ചയമായും പുറത്തിരുത്തേണ്ടി വരും. സഞ്ജുവിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുമോ അതോ 5 2020ലും അവസരം നൽകുമോ എന്ന് കണ്ടറിയണം. ഇതുപോലുള്ള നിർണായക മത്സരങ്ങളെയും പ്രഷറുകളെയും അതിജീവിച്ച് തന്നെയാണ് സഞ്ജു ഇത്രത്തോളം എത്തിയത്. 2024 ബംഗ്ലാദേശ് പര്യടനത്തിലെ അവസാന 2020 ഒരു ഡു ഓർ ഡേ സിറ്റുവേഷൻ ആയിരുന്നു. അന്ന് നേടിയ സെഞ്ചുറിയിലാണ് സഞ്ജു വരവറിയിക്കുന്നത്. ടീമിൽ ഇടം പിടിക്കണമെങ്കിൽ നിശ്ചയമായും പെർഫോം ചെയ്യണമെന്ന നിലയിൽ സഞ്ജു ഒരുപാട് ഇന്നിങ്സുകൾ കളിച്ചിട്ടുണ്ട്. സ്പോട്ട് പോലും ഉറപ്പില്ലാതെ ഏഷ്യാകപ്പിൽ ലങ്കയ്ക്കെതിരെ നേടിയ 39 റൺസ് ഉദാഹരണം.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിൽ ഗില്ലിന് പരിക്കേറ്റതിനാൽ മാത്രം വീണ് കിട്ടിയ അവസരം മുതലെടുത്തതാണ് മറ്റൊരു ഉദാഹരണം. ആ ഇന്നിംഗ്സിന്റെ ബലത്തിലാണ് ഇപ്പോൾ ടീമിലുള്ള നിലനിൽപ്പ് പോലും. ലോകകപ്പ് സ്ക്വാഡ് ഓൾറെഡി ഉറപ്പിച്ച സ്ഥിതിക്ക് അനാവശ്യ തുടുക്കവും ഷോട്ടുകളുമില്ലാതെ തൻ്റെ ഫ്ലോ വീണ്ടെടുക്കുക എന്നതാണ് ഇനി സഞ്ജുവിന് ചെയ്യാനുള്ളത്. എല്ലാ പ്രതിസന്ധികളിലും സഞ്ജുവിൻ്റെ കൂടെ നിന്ന ആരാധകരും അങ്ങനൊരു ഇന്നിംഗ്സ് അർഹിക്കുന്നുണ്ട്.